കടന്നു വന്നപ്പോ സത്യനിഷേധികൾക്ക് പ്രവാചകനെ നിഷേധിക്കാൻ കഴിയാതെ പോയതിന്റെ കാരണം പ്രവാചകന്റെ വിശ്വസ്തതയായിരുന്നു. ഒരു നേതാവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് വിശ്വസ്തത എന്നത്. ഇത് സത്യസന്ധതയിലൂടെ പ്രകടിപ്പിക്കാൻ നേതാക്കൾക്ക് കഴിയണം, ഭരണകർത്താക്കൾക്ക് കഴിയണം. താൻ മനസ്സിലാക്കിയ സത്യം ജനങ്ങളോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ വഅൻദിർ അശീറതകൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത കുടുംബ ബന്ധുക്കളെ താക്കീത് ചെയ്യണം, മുന്നറിയിപ്പ് നൽകണമെന്ന ആയത്ത് അവതരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല സ്വഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഫാ കുന്നിൽ കയറി فجعل ينادي يا بني فهر يا بني عدي, ഒരു ഗോത്രക്കാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞ സംഭവം നമുക്കറിയാം. ഈ കാണുന്ന മലക്കപ്പുറത്ത് നിന്ന്, പർവ്വതത്തിനപ്പുറത്ത് നിന്ന് നിങ്ങൾ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അകുന്തും മുസദ്ദിഖീൻ, അകുന്തും മുസദ്ദിഖീൻ, ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിന് അവർ നൽകിയ മറുപടി ഖാലൂ നഅം മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖ, ഞങ്ങൾക്ക് താങ്കൾ സത്യം പറഞ്ഞതല്ലാത്ത ഒരു പരിചയവും ഇല്ല, സത്യമല്ലാതെ താങ്കളിൽ നിന്ന് വന്നതായിട്ട് ഒരു പരിചയവും ഞങ്ങൾക്കില്ല. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം മാ ജറബ്നാ അലൈക കദിബ, കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്കൊരു പരിചയവും ഇല്ല. ഒരു റിപ്പോർട്ടിൽ സത്യമല്ലാതെ താങ്കൾ പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ല. മറ്റൊന്നിൽ കളവ് താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ താങ്കളെ അംഗീകരിക്കും എന്നായിരുന്നു പറയുന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെ അവർ അംഗീകരിച്ചു. അതുകൊണ്ടാണല്ലോ അൽ അമീൻ എന്ന സമൂഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത്. അദ്ദേഹം തന്റെ അനുയായികൾക്ക് എന്ത് നിലക്കുള്ള ന്യൂനതകൾ പറ്റിയാൽ, അവരുടെ പക്കൽ നിന്ന് വല്ല സ്ഖലിതങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന സ്വഭാവം അല്ലാഹുവിന്റെ പ്രവാചകന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ അവളുടെ കൈ ഞാൻ വെട്ടുമെന്നാണ്, ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പാർട്ടിക്കാർ ഏതെങ്കിലും നിലക്കുള്ള തെറ്റ് അവരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ചൊപ്പിക്കുക എന്ന പരിപാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായിട്ടില്ല. ആ മാതൃക തന്നെയാണ് നമ്മളും പിൻപറ്റേണ്ടത്. തന്റെ പാർട്ടിക്കാരനാണ് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് വെളുപ്പിച്ച് ഒപ്പിക്കണമെന്ന സ്വഭാവം അത് ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ കൈ ഞാൻ വെട്ടുമെന്നത്. ജനങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? അയ്യുന്നാസി അഫ്ളൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രണ്ട് ഗുണങ്ങളാണ്, സദൂഖുൽ ലിസാൻ വ മഖ്മൂമുൽ ഖൽബ്. ഈ രണ്ട് ഗുണങ്ങളുള്ളവരാണ്, നാവിലൂടെ സത്യം മാത്രം പറയുന്നവരാണവർ. അപ്പൊ സഹാബത്ത് പറഞ്ഞു, റസൂലേ ഞങ്ങൾക്കറിയാം സദൂഖുൽ ലിസാൻ നഅരിഫുഹു, സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. പക്ഷേ ഫമാ മഖ്മൂമുൽ ഖൽബ്, എന്താണ് മഖ്മൂമുൽ ഖൽബ്? സ്ഫുടം ചെയ്ത ഹൃദയം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹുവ തഖിയ്യുൻ നഖിയ്യ് ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ അവൻ തഖിയാണ്, അവൻ നഖിയാണ്, ശുദ്ധ ഹൃദയത്തിനുടമയാണ്, തഖ്വയുള്ളവനാണ്, പാപമില്ലാത്തവനാണ്, പാപക്കറകളിൽ നിന്ന് മുക്തമായ ഹൃദയത്തിന്റെ ഉടമയാണവൻ. അവന്റെ ഹൃദയത്തിൽ പകയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ആ നിലത്ത് സ്ഫുടം ചെയ്തെടുത്ത ഹൃദയത്തിനുടമയാണ്. അവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അവിടെ ആ നിലത്ത് ഹക്കിന് കൂടെ നിൽക്കാൻ, സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, തെറ്റാര് ചെയ്താലും തെറ്റിനെ തെറ്റായി കാണാനുള്ള ഒരു സ്വഭാവം, അതാണ് വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത്. രണ്ടാമത്തേത് ലക്ഷ്യവും അർപ്പണബോധവും ഉണ്ടായിരിക്കുക എന്നതാണ്.
ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം തീരുമാനങ്ങളെ മാറ്റുന്ന വ്യക്തിയായിരുന്നില്ല പ്രവാചകൻ. താങ്ങും തണലുമായി നിന്ന അബൂ ത്വാലിബിന്റെ ആദർശത്തിൽ സമരസപ്പെടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ മറുപടി നൽകി, ഖുൽ, നബിയെ പറയണം, പ്രഖ്യാപിക്കണം, യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു. ഇല്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. അവിടെ ഹഖും ബാത്തിലും വേർതിരികയാണ്. എനിക്ക് എല്ലാ നിലക്കും താങ്ങും തണലുമായി നിന്ന അബൂ ത്വാലിബ്, ആ അബൂ ത്വാലിബ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുമ്പോ അവിടെ എനിക്ക് സഹായിയായി വർത്തിക്കുന്നവനാണ് എന്നുള്ള നിലക്ക് ആദർശത്തിന്റെ കാര്യത്തിൽ അവിടെ വിട്ടുവീഴ്ച വരുത്തിയത് നമുക്ക് കാണാൻ സാധ്യമല്ല. പലപ്പോഴും മോഹന വാഗ്ദാനങ്ങളുമായി വിമർശകർ അല്ലാഹുവിന്റെ പ്രവാചകനെ സമീപിച്ചിരുന്നു. പക്ഷേ ആദർശത്തിൽ അളവ് വിട്ടുവീഴ്ച ആ പ്രവാചകന്റെ ഭാഗത്തു നിന്നുണ്ടായത് നമുക്ക് കാണാൻ കഴിയില്ല. നിലപാടുകളിൽ നിന്ന് ഒന്നിനും വ്യതിചലിക്കാൻ അവിടെ നിന്ന് ഒരുക്കമായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും തന്റെ സ്ഥാനം നിലനിർത്തുന്നതിനു വേണ്ടി, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി എല്ലാവരോടും സമരസപ്പെട്ടു പോവുക എന്നത് ഒരു നല്ല നേതാവിന് ചേർന്ന സ്വഭാവമല്ല. ആളുകൾക്കനുസരിച്ച് ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുക, അവിടെ പോകുമ്പോൾ അവരുടെ ആളായി നിൽക്കുക, അതല്ല. ഒരു ഐഡന്റിറ്റി ഒരു വിശ്വാസിക്കുണ്ട്. ആ ഐഡന്റിറ്റിയുടെ മാനദണ്ഡം, അവന്റെ ആദർശത്തിന്റെ മാനദണ്ഡം, അത് പ്രമാണങ്ങളാണ്. ശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള രീതിയിലുള്ള സമീപനമാണ് അവരിൽ നിന്നുണ്ടാകേണ്ടത്. മൂന്നാമത്തേതായി ആത്മവിശ്വാസം ഉണ്ടാകണം. ഒരിക്കലും തളർച്ച പിടിപെടാൻ പാടില്ല. നേതൃസ്ഥാനത്തേക്ക് വരുന്നവർക്ക് തളർച്ച പിടിപെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് അതിലേറ്റവും ഉത്തമമായ മാതൃക. എല്ലാ സമയത്തും പൂർണ്ണമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മഹാവ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റ പോകുന്ന സന്ദർഭം ശത്രുക്കൾ ഗുഹാമുഖത്ത് വന്ന് നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനും നിൽക്കുന്ന സന്ദർഭം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഗുഹാമുഖത്ത് അവരുടെ കാലുകൾ ഇങ്ങനെ കാണുകയാണ്. കണ്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അവിടെ പതറിയിട്ടില്ല. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ فأنزل الله سكينته عليه وأيده بجنود لم تروها. നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരുക്കമല്ലെങ്കിൽ അല്ലാഹ് സഹായിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയണ്ട, തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കണ്ട, അല്ലാഹ് നമ്മളോടൊപ്പമുണ്ട്. വല്ലാത്ത ഒരു ആത്മവിശ്വാസത്തിന്റെ സംസാരമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായത്. അപ്പൊ അല്ലാഹ് സഹായിച്ചു. ഫഅൻസലല്ലാഹു സക്കീനത, അല്ലാഹുവിന്റെ സക്കീനത്ത് അല്ലാഹ് ഇറക്കി. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, കാണാത്ത സൈന്യത്തെ കൊണ്ട് അല്ലാഹ് ശക്തി നൽകിയെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ നിന്ന് പാലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ പിടികൂടാൻ വരുന്ന സുറാഖ, ആ സുറാഖയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആത്മവിശ്വാസത്തിന്റെ ഒരു സംസാരമുണ്ടായിരുന്നു. ഹിസ്റയുടെ വളയം താങ്കളെ അണിയിച്ചാൽ എങ്ങനെയുണ്ടാകും, ഏത് സന്ദർഭത്തിലാണ് പറയുന്നത് നോക്കണം. അത്രയും പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുകയാണ്. എല്ലാം കീഴൊതുങ്ങുന്ന ഒരു ദിനം വരാനുണ്ട് എന്ന ആത്മവിശ്വാസമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രകടിപ്പിച്ചത്. അതെ, വിശ്വാസി അവനെപ്പോഴും പ്രതീക്ഷയുള്ളവനായിരിക്കണം. പ്രതീക്ഷിക്കുന്നത് അവന് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ അവന് കഴിയണം. ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം, ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ബഅസ അഹദൻ മിൻ അസ്ഹാബിഹി ഫി ബഅദി അംരിഹി
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ നിയോഗിച്ചാൽ, ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ബശ്ശിറൂ, ജനങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. വലാ തുനഫിറൂ, വെറുപ്പിക്കരുത്, ആളുകളെ വെറുപ്പിക്കരുത്. വയസ്സിറൂ വലാ തുഅസ്സിറൂ, ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കണം, ജനങ്ങൾക്കൊരിക്കലും ഞെരുക്കമുണ്ടാക്കരുത്, പ്രയാസമുണ്ടാക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. നാലാമതായി ഉണ്ടാകേണ്ടത് ഉത്തരവാദിത്വ ബോധമാണ്. നേതൃത്വം, ഭരണം അതൊരു ഉത്തരവാദിത്വമാണ്, അമാനത്താണ്, ഒരിക്കലും അലങ്കാരമല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളെല്ലാം ഭരണകർത്താക്കളാണ്, നിങ്ങൾക്ക് കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ബൽ ഇമാമു റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, ഒരു ഭരണാധികാരിക്ക് ആ ഭരണാധികാരിയുടെ കീഴിലുള്ളവരെ കുറിച്ച് അയാൾ ചോദ്യം ചെയ്യപ്പെടും. വറജുലു ഫീ അഹ്ലി റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി والمرأة في بيت زوجها راعية وهي مسؤولة عن رعيتها والخادم في مال سيده راع وهو مسؤول عن رعيته. ഓരോരുത്തരുടെയും എടുത്തു പറയാം, ഒരു കുടുംബനാഥൻ, ഒരു വീട്ടിലെ സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലെ ഭരണകർത്താവാണ്, അവൾക്ക് കീഴിലുള്ളവരെ കുറിച്ച് അവളോട് ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ ഒരു ഭരണം ഏറ്റെടുക്കുക, നേതൃത്വത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു അമാനത്താണ്. ആ വിഷയം ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും പ്രകടനമാണ്, തന്റെ ഫോട്ടോ അതല്ലെങ്കിൽ എന്നെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടണം എന്നതാവരുത് ലക്ഷ്യം. കാരണം ഇത് അമാനത്താണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുമ്പോ ആ ജനങ്ങളെ അറിയിക്കേണ്ടി വരും. അത് പ്രശ്നമല്ല, അറിയിക്കാം. പക്ഷെ അതാവരുത് ലക്ഷ്യം. ലക്ഷ്യം പാരത്രികമാകണം. നാളെ പരലോകത്ത് ജനങ്ങൾക്ക് സേവനം ചെയ്യുമ്പോ നാളെ പരലോകത്ത് എനിക്ക് പ്രതിഫലം ഇതിന് ലഭിക്കണമെന്നതായിരിക്കണം അവന്റെ ചിന്തയിൽ വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം കാര്യങ്ങളിൽ വിജയിച്ചത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം അടുത്ത ഖലീഫയായി മകനെ നിയമിക്കണമെന്ന ആവശ്യം വന്നപ്പോ ഖലീഫത്ത് ആകേണ്ടവരുടെ ലിസ്റ്റിൽ നിന്ന് തന്റെ മകനെ അദ്ദേഹം വെട്ടുകയാണ് ചെയ്തത്. തന്റെ മരണശേഷം ഖലീഫയായി വരുന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു മകനെ ചേർക്കാൻ. അപ്പൊ അദ്ദേഹം അത് ചേർത്തില്ല, വെട്ടിക്കളയുകയാണ് ചെയ്തത്. ഇതാണ് ഒരു യഥാർത്ഥ നേതാവിന്റെ ക്വാളിറ്റി എന്നത്. ഇന്ന് പലപ്പോഴും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കും, എന്നിട്ട് എനിക്ക് സ്ഥാനം കിട്ടിയില്ല, എന്നെ നേതാവാക്കിയില്ല, അതുകൊണ്ട് ഞാനില്ല, പിന്നെ വിപരീത പ്രവർത്തനം നടത്തുക. എന്തിനാണ് സാമൂഹ്യ പ്രവർത്തനം? നേതാവാകാൻ വേണ്ടിയിട്ടാണോ? അവിടെയാണ് ലക്ഷ്യം മാറുക എന്ന് പറയുന്നത്. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ഓരോ പ്രവർത്തനം കൊണ്ട് നാളെ പരലോകത്ത് എനിക്ക് പ്രതിഫലം ലഭിക്കണം എന്നതായിരിക്കണം നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഏത് നിമിഷമാണോ മനസ്സിലേക്ക് എനിക്ക് നേതാവായി വരണമെന്ന ചിന്ത വരുന്നതെങ്കിൽ ആ നിമിഷം മുതൽ അവൻ അതിനർഹനല്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എനിക്ക് നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് എപ്പോ മനസ്സിൽ ആഗ്രഹം തോന്നുന്നോ അതോടുകൂടി അവൻ അതിന് അർഹനല്ല എന്നതാണ്. എന്തുകൊണ്ട്? അവന്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം നേതൃസ്ഥാനത്തേക്ക് വരിക എന്നതല്ല, പരലോകത്ത് പ്രതിഫലം കിട്ടുക എന്നതാണ്. ആ ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളുകൾ പിടിച്ച് അതിന് യോഗ്യനാണെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുമ്പോ അത് ഏറ്റെടുക്കാം എന്നതല്ലാതെ താൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് കിട്ടിയില്ല എന്ന് കാണുമ്പോ ഇതുവരെ പ്രവർത്തിച്ചതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറരുത് എന്നതാണ്. അഞ്ചാമത്തേത് പക്വത വേണം. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ചിന്തിക്കാൻ സാധിക്കണം. ജനങ്ങളുടെ മനസ്സിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കണം. ആളുകൾ ഒരുപക്ഷെ പലപ്പോഴും പലതും പറയും, അതല്ലെങ്കിൽ പലതും ചെയ്യും. ആളുകളുടെ സംസാരത്തിനും ആളുകളുടെ ചെയ്തിക്കും അതേ നാണയത്തിൽ പ്രതികരിക്കുന്നവനാകരുത് ഒരു നേതൃസ്ഥാനത്ത് ഭരണസ്ഥാനത്ത് വരുന്നവൻ. അവൻ പക്വതയോടുകൂടി ഇടപെടേണ്ടവനാണ്. അറാബിയായ മനുഷ്യൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലെ പുതപ്പ് വലിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ മുറിവുണ്ടായപ്പോ പ്രവാചകൻ അതിനോട് പ്രതികരിച്ച രീതി നമുക്കറിയാം.
വളരെ പുഞ്ചിരിയോടുകൂടി ആ കാര്യത്തോട് പ്രതികരിച്ചു. വലിയ മാതൃകയാണ് അത്തരം വിഷയത്തിൽ നമുക്കുള്ളത്. വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഇത് ഏറ്റവും നല്ലതുകൊണ്ട് സയ്യിഅത്തിനെ പ്രതിരോധിക്കണമെന്നതാണ്. ഹസനത്ത് കൊണ്ട് സയ്യിഅത്തിനെ പ്രതിരോധിക്കാനുള്ള കൽപ്പനയാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫഇദല്ലദി ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, ശത്രു പോലും ഉറ്റമിത്രമായി മാറുന്ന അവസ്ഥ സംജാതമാകും. എങ്ങനെ? തിന്മയോട് നന്മയിലൂടെ പ്രതികരിച്ചാൽ ശത്രുമിത്രമായി മാറുമെന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ആ നിലക്ക് പ്രതികരിക്കാനുള്ള മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയും. ആറാമത്തേതായി അനുയായികളെ കേൾക്കാൻ കഴിയാന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് ഓരോ സന്ദർഭങ്ങളിലും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അത് ഏത് ചെറിയ തട്ടിലുള്ള ആളുകളെ സാമൂഹ്യ ശ്രേണിയിൽ വളരെ പിന്നോക്കക്കാരായി സാമൂഹ്യ ശ്രേണിയിൽ കാണുന്ന ആളുകളോട് വരെ മുഷാവറ നടത്താറുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ സന്ദർഭത്തിൽ അശീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ ഞാനുമായി നിങ്ങൾ മുഷാവറ നടത്തണം, ഞാനുമായി നിങ്ങൾ മുഷാവറ നടത്തണം. ആരാണ് പറയുന്നത്? വഹിയിറങ്ങുന്ന പ്രവാചകനാണ് പറയുന്നത്. ജനങ്ങളുമായി മുഷാവറ നടത്തും, നിങ്ങളെ ഞാനുമായി മുഷാവറ നടത്തൂ എന്നത് വഹിയിറങ്ങുന്ന പ്രവാചകൻ. ഇന്ന് പലപ്പോഴും ജനങ്ങളെ കേൾക്കാൻ തയ്യാറല്ല. തന്റെ ഒരു വലയമുണ്ട്, ആ വലയത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് തനിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം കേൾക്കുകയും എന്നാൽ താൻ കേൾക്കാൻ ബാധ്യതപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പാവപ്പെട്ട ഒരു സമൂഹം, തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന, സാമൂഹ്യ ശ്രേണിയിൽ അവഗണിക്കപ്പെട്ട ചില പാവങ്ങളായ ആളുകളുണ്ട്. അവരെ കേൾക്കാനും അവരെ അറിയാനും ആരുമില്ല. ഇവർക്കും അതിന് സമയമില്ല. കാരണം അവരെ കേട്ടാൽ, അവരെ പരാതികൾ കേട്ടുകഴിഞ്ഞാൽ അത് പരിഹരിച്ചു കൊടുക്കണം. അവർക്ക് പരിഹരിച്ചു കൊടുത്തിട്ട് തനിക്ക് എന്ത് നേടാൻ? അതുകൊണ്ട് അവരെ പരിഗണിക്കേണ്ടതില്ല. സ്വാർത്ഥമായ താല്പര്യങ്ങൾ പലപ്പോഴും മനസ്സിലേക്ക് കടന്നു വന്ന് അത് നേടിയെടുക്കാൻ താൻ എന്തൊക്കെ ചെയ്യണമോ അതിൽ മാത്രമാണ് പലപ്പോഴും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത്. അവിടെയാണ് പാരസ്പരിക ബോധം നഷ്ടപ്പെടുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടായി വരാനുള്ള കാരണം. നേരത്തെ പറഞ്ഞതുപോലെ തന്റെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഭരണം ആഗ്രഹിക്കുന്നതും ആ നിലക്ക് ആ സ്ഥാനത്തേക്ക് വരാൻ പലപ്പോഴും മനസ്സ് കൊതിക്കുന്നതും. തീർച്ചയായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് പരലോകത്തേക്ക് പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനമാണ്. പക്ഷേ അത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. ഏഴാമത്തേത്, ആവശ്യങ്ങൾ അന്വേഷിച്ചറിയണം. ആവശ്യങ്ങൾ പറയുന്നവരും നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവരും ആളുകൾക്കിടയിലുണ്ടാകും. ഏറ്റവും നല്ല ഭരണാധികാരി എന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുന്നവനുമായിരിക്കും. നമുക്കതിലേറ്റവും നല്ല മാതൃക മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭരണാധികാരികൾക്ക് ആ വിഷയത്തിൽ ഉത്തമമായ മാതൃകയാണ്. പ്രജകളുടെ സ്ഥിതി അറിയാൻ രാത്രി സമയത്ത് അദ്ദേഹം ഇറങ്ങി നടക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും വേഷപ്രച്ഛന്നനായി ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു യഥാർത്ഥ റിയൽ പിക്ചർ കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ, ജനങ്ങൾ അറിയപ്പെടാതെ ജനങ്ങൾക്കിടയിലൂടെ നടന്ന് അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിച്ചു കൊടുക്കുന്ന ഒരു ഭരണാധികാരി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് ഭരണാധികാരികൾക്കുള്ള ഏറ്റവും നല്ല മാതൃക. എട്ടാമത്തത്, ഊർജം പകരുക എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നേതാവെന്ന് വിചാരിച്ച് എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുകയില്ല. ആളുകൾക്കിടയിൽ ഒരാളായി ജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കാൻ കഴിയുന്നവരായിരിക്കണം. അനുയായികളുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ഖന്തഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് ഊർജം പകർന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്കുള്ള ഗുണങ്ങളാണ് ഭരണാധികാരിക്കുണ്ടാവേണ്ടത്. ആ നിലക്ക് പാരസ്പരിക ബോധത്തോടുകൂടി ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റം, അത് ജനങ്ങൾക്കിടയിൽ എല്ലാ നിലക്കുമുള്ള മാറ്റം നമുക്ക് കാണാൻ സാധ്യമാകും. അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം
അത് മാത്രവുമല്ല അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്തും ബറക്കത്തും അത്തരം കാര്യങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ആ നിലക്ക് ഇത് ഉൾക്കൊള്ളാനും മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിശാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ്. നാം ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ്. വിജയിക്കുകയും തോൽക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള മത്സരത്തിലാണ് നാം ഓരോരുത്തരും. നാളെ പരലോകത്ത് വരാനിരിക്കുന്ന ഒരു സന്ദർഭം വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കിൽ വരാതെ. മുഴുവൻ മനുഷ്യരെയും നരകത്തിന്റെ വക്കിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് റബ്ബ് പറഞ്ഞു അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അതൊരു ഖണ്ഡിതമായ തീരുമാനമാണ്. എല്ലാവരെയും കൊണ്ടുവരപ്പെടും. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ. പിന്നെ അവിടെ നിന്ന് തഖ്വയുള്ളവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുക. വനദറു ളാലിമീന ഫിഹാ ജിസിയ. കുത്തുകുത്തിയ നിലയിൽ അക്രമികളെ നരകത്തിലേക്ക് നാം വലിച്ചെറിയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ രണ്ടാമതൊരു വോട്ടെണ്ണലില്ല, മറ്റൊരു ചാൻസുമില്ല, ആരുടെയും സഹായവും ഇല്ല. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണുന്ന ദിവസത്തെ നമ്മൾ സൂക്ഷിക്കണം. ഒരു നഫ്സിന് മറ്റൊരു നഫ്സിന് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വലാ യുഖ്ബലു മിൻഹാ ശഫാഅ. ആരുടെയും ശുപാർശ സ്വീകരിക്കപ്പെടാത്ത ഒരു ദിവസം. വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യബ്സറൂൻ. ഇല്ല, പ്രായശ്ചിത്തമായി എന്തെങ്കിലും സ്വീകരിച്ച് രക്ഷപ്പെടാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സഹായത്താൽ രക്ഷപ്പെടാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അതൊന്നുമില്ലാത്ത ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തെ സൂക്ഷിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അന്ന് പരാജയപ്പെടുന്ന ആളുകൾ അവർ വിലപിക്കും. വബുലിഅൽ കിതാബ്. ഇന്ന് നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫിലുള്ള വചനമാണ്. വബുലിഅൽ കിതാബ്. കിതാബ് നിവർത്തപ്പെടും. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി. നിനക്ക് കാണാം ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന. കുറ്റവാളികളെ പേടിച്ച അവസ്ഥയിൽ നിനക്ക് കാണാം. വയഖൂലൂന. അവർ പറയും യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. എന്തൊരു കിതാബാണിത്, എന്തൊരു കഷ്ടമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ. ചെറുതോ വലുതോ ആയ ഒന്നും ഇതിൽ നിന്ന് വിട്ടേച്ചു പോയിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറ. അവർ ചെയ്തത് മുഴുവനും അവിടെ ഹാദിറാക്കപ്പെട്ടതായി കാണുകയാണ്. വലാ യദ്ലിമു റബ്ബുക അഹദാ. ഇല്ല, നിന്റെ റബ്ബ് ഒരിക്കലും ഒട്ടും അനീതി ചെയ്യുകയില്ല. നീ ചെയ്തത് മാത്രമാണ് കിതാബിലുള്ളത് എന്ന് പറഞ്ഞ് കിതാബ് നിവർത്തപ്പെടുന്ന ഒരു ദിവസമുണ്ട്. വിജയികളാണെങ്കിൽ വലത് കയ്യിൽ അവരുടെ ഗ്രന്ഥം ലഭിക്കുന്നവരാണ്. അവർ പറയും എന്റെ കിതാബ് വായിച്ചു നോക്കൂ. മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. കുട്ടികൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഉമ്മാന്റെ അടുത്തൊക്കെ വന്നിട്ട് കാണിച്ചു കൊടുക്കുക. എന്റെ കിതാബ് വായിച്ചു നോക്കൂ. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. എനിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഈ നിലക്കുള്ള ഒരു വിചാരണയെ ഞാൻ അഭിമുഖീകരിക്കുമെന്ന്. അതുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ നന്നാക്കി. അവൻ ഏറ്റവും സംതൃപ്തകരമായ ജീവിതത്തിലാണെന്ന്
വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പഠിപ്പിക്കുന്നു. വിജയിക്കാൻ ഇവിടെ എന്തെല്ലാം കഷ്ടപ്പാട് അല്ലേ? പോസ്റ്റർ ഒട്ടിക്കുന്നു, സമ്മേളനങ്ങൾ നടത്തുന്നു, യോഗങ്ങൾ നടത്തുന്നു, പണം ചെലവഴിക്കുന്നു, പലതും നടത്തിക്കൊണ്ടിരിക്കുന്നു വിജയിക്കുന്നതിന് വേണ്ടി. നമ്മൾ നാളെ പരലോകത്ത് വിജയിക്കാൻ, ആ ഒരു ദിനത്തിൽ വിജയിക്കാൻ ഞാനും നിങ്ങളും എന്ത് ചെയ്തു എന്നത് നമ്മൾ ആലോചിക്കാം. അവസരങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചാൻസ് ഉണ്ടായിട്ടില്ല, അവസരമുണ്ടായിട്ടില്ല, ആരോഗ്യമുണ്ടായിട്ടില്ല, സമ്പത്തുണ്ടായിട്ടില്ല, സമയമുണ്ടായിട്ടില്ല എന്ന് പറയാൻ ആർക്കും നിർവാഹമില്ല. ഇതെല്ലാം റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. വിജയിക്കാനുള്ള വഴി അത് കൃത്യമായി ഖുർആനിലൂടെയും സുന്നത്തിലെയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു എന്ന ചോദ്യം നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് രക്ഷപ്പെടുന്ന വിജയികളിൽ, സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ രഹസ്യമായും പരസ്യമായും പല നിലക്കും നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ.